ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് പായസം കഴിക്കാൻ തോന്നി. എന്ത് വെച്ചിട്ടപ്പോൾ ഒരു പായസം ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ തന്നേച്ചിട്ടുണ്ടായിരുന്ന ചക്ക വരട്ടിയതിൻ്റെ ഓർമ്മ വന്നത്. കുറേ നാളായി അതിങ്ങനെ ഫ്രീസറിലിരിക്കണോ. അപ്പോൾ ഇന്ന് എന്തായാലും അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു ചക്ക പായസം ഉണ്ടാക്കാം. ഓൾറെഡി വരട്ടി വെച്ച ചക്ക ആയതുകൊണ്ട് അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. അത് മാത്രമാണ് ഇതിൽ കുറച്ചധികം പണിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചക്ക വരട്ടിയെന്ന് ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ അതിലേക്ക് വേണ്ട ശർക്കര കുറച്ചധികം വെള്ളത്തിൽ തന്നെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. ചക്ക വരട്ടുമ്പോൾ തന്നെ അതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ചേർത്തുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് മതി ശർക്കര എടുക്കൽ. ഞാനിവിടെ ഒരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250-300 ഗ്രാമോളം വരും. 2 തേങ്ങ ചിരകി പിഴിഞ്ഞ് അതിൻ്റെ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് 2 തേങ്ങയുടെ പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1-ാം പാൽ എടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള തേങ്ങാപ്പീരയിൽ 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് 2-ാം പാല് പിഴിഞ്ഞെടുത്തതാണിത്. ഇനി കുറച്ച് ചുക്ക് പൊടിച്ചത് വേണം, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ വേണം. ലാസ്റ്റ് പായസം വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ടുണ്ട്, പക്ഷെ ഞാനതിവിടെ വയ്ക്കാൻ മറന്നുപോയി. ആദ്യം തന്നെ നമുക്ക് ഈ ചക്ക വരട്ടിയതൊന്ന് ഉടച്ചെടുക്കണം. അതിനുള്ളൊരു എളുപ്പപ്പണിയാണിത്. ചക്ക വരട്ടിയതൊരു മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കാം. മുഴുവനായിട്ടൊന്നും ചേർക്കേണ്ട, ഒരു പകുതിയോളം ചേർത്താൽ മതി. എന്നിട്ട് ഇത് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ശരിക്കും ഇത് ഉരുളിയിലിട്ടിട്ട് തന്നെ ചെയ്യാം, പക്ഷെ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ അതിലൊരു കട്ട പോലും ഇല്ലാണ്ട് നല്ല ഉടഞ്ഞു കിട്ടും. പഴുത്ത ചക്കയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ തന്നെ അരച്ചിട്ട് പായസം വയ്ക്കാറുണ്ട്. പക്ഷേ ഈ ചക്കക്കാലം മാങ്ങക്കാലം ഒക്കെ ആവണ സമയത്തൊന്നും ഞങ്ങൾ നാട്ടിലുണ്ടാവാറില്ല. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അച്ഛനും അമ്മയും എന്താ ഇതുപോലെ ഇങ്ങനെ ചക്ക വരട്ടി ഇതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. തിരിച്ചു പോരുമ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് തന്നേക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. നല്ല ബുദ്ധിമുട്ടാണ് ഈ ചക്കയൊക്കെ വരട്ടി ഉണ്ടാക്കാൻ. ഇതിങ്ങനെ എടുത്തുണ്ടാക്കുമ്പോൾ ആലോചിക്കും, പാവം അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടുണ്ടാവും ഇതിങ്ങനെ ആക്കി തീർക്കാൻ. അപ്പം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കട്ട പോലും ഇല്ല. ചക്ക വരട്ടി ഇത് ഡയറക്റ്റ് ഉരുളിയിലിട്ടിട്ട് ഉണ്ടാക്കണേക്കാൾ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കണതാ. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായി ഉരുകി വന്നാൽ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ചക്ക വരട്ടിയതും കൂടെ ചേർക്കാം. ഇനി ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ ഒന്ന് വരട്ടിയിട്ടെടുക്കാം. ഈ നെയ്യിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇപ്പം നമ്മൾ ആദ്യം ചേർത്ത ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി, നല്ല ഡ്രൈ ആയി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര ഉരുക്കിയതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ശർക്കരയുടെ ആ ഒരു പച്ച ചൊവയൊക്കെ മാറി മധുരം നന്നായിട്ട് ചക്കയിൽ പിടിക്കട്ടെ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം തിളച്ച് ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റണ വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മളെ ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2-ാം പാല് ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണതിനോടൊപ്പം തന്നെ മിക്സ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം ദാ നമ്മളെ പായസം ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട്. ചിലരൊക്കെ ഈ ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ അരിപ്പൊടി കലക്കി ചേർക്കണ കണ്ടിട്ടുണ്ട്. പായസം കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര അങ്ങനെ ചെയ്യണത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പണി എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ പായസം കുറുകി കിട്ടും. പക്ഷെ ഇങ്ങനെ വറ്റിച്ചെടുത്തുണ്ടാക്കണം ഈ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് കിട്ടാറില്ല. ഇപ്പം തന്നെ നമ്മളെ പായസം ഇവിടെ നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, പായസത്തിൻ്റെ കളർ തന്നെ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറായി. അരിപ്പൊടി ചേർത്തുണ്ടാക്കണ പായസമൊന്നും ഇതുപോലെയുള്ള പായസത്തിൻ്റെ 7 അയലത്ത് പോലും വരില്ല. ഇതുണ്ടാക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ അത്ര ടേസ്റ്റുമാണ്. ഇത് നന്നായി കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർക്കണതിന് മുന്നേ തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. നേരത്തെ ചെയ്ത പോലെ പാൽ ഒഴിക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം. ഈ ഉരുളിയുടെ ചൂടിൽ തന്നെ ഈ പാല് വെന്തോളും, അതുകൊണ്ടാണ് തീ ഓഫാക്കിയത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മളെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം.
ആ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഒക്കെ പായസത്തിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തട്ടെ. ഇപ്പൊ തന്നെ നല്ല അടിപൊളി മണാണ് കേട്ടോ. എടുത്ത് കഴിക്കാൻ തോന്നും. പക്ഷെ കഴിക്കാറായിട്ടില്ല. ഇനി ഇതിൽ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലൊന്ന് വറുത്തിടണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. നെയ്യ് നന്നായി ചൂടായി ഉരുക്കി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ കൊത്ത് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് എത്രത്തോളം മൂക്കണോ അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ കരിഞ്ഞു വേണ്ട നോക്കണം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുക്കണം. പായസം കഴിക്കുമ്പോൾ ഇടയിൽ ആ നെയ്യിൽ മൂത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇടിച്ചു പിഴിഞ്ഞ പായസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാറുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായി മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്ക മുന്തിരിയും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നെയ്യോട് കൂടി തന്നെ നമ്മുടെ പായസത്തിൽ ചേർക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ എടുത്ത് കഴിക്കാനൊക്കെ തോന്നും. പക്ഷെ ഇപ്പം തന്നെ കഴിക്കരുത്. കുറച്ച് സമയം ആ ഉരുളിയിലിരുന്നിട്ട് ഒരു പാത്രപ്പാകം ആയതിനു ശേഷം മാത്രം എടുക്കാവൂ. അപ്പോഴാണ് ആ പായസത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അത്രയും ചക്ക വരട്ടിയത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു 8 ഗ്ലാസോളം പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പം ചക്ക വരട്ടിയതൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.